അതിൻ്റെ 1 പത്രോസിന്റെ 1:3 വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ വ്യത്യാസം പത്രോസ് അടിവരയിടുകയാണ്. കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ പുത്രനൂടെ ജീവനുള്ള പ്രത്യാശയിലേക്ക്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മുടെ പ്രത്യാശക്ക് ജീവനുണ്ട്. നമ്മുടെ പ്രത്യാശക്ക് ജീവനുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയിലേക്കാണ്. തീത്തോസിന്റെ അധ്യായത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് ജീവനുള്ള പ്രത്യാശ? ഹല്ലേലൂയ. അതിനെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, എ ലിവിങ് ഹോപ്പ്. ഹല്ലേലൂയ, എ ലിവിങ് ഹോപ്പ്. എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നത് 5-ന്റെ 6-ാമത്തെ വാക്യം പറയുന്നത് ഭംഗമില്ലാത്ത പ്രത്യാശ. ഹല്ലേലൂയ, അതിന് ഭംഗം വരുന്നില്ല. റോമാലേഖനായ പൗലോസ് വ്യക്തമാക്കുന്നത്, നീ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് സഹിഷ്ണുതയിലേക്ക് മാറുന്നു. പ്രത്യാശക്ക് ഭംഗം വരുന്നില്ല. അത് സഹിഷ്ണുതയുടെ കടന്നു പോകുമ്പോൾ നീ സിദ്ധനാകുന്നു. അത് നീ സിദ്ധനാകുമ്പോൾ നിന്റെ പ്രത്യാശ ജീവനോടുകൂടി നിൽക്കുന്നു. നീ ഏത് സ്റ്റേജിൽ കടന്നു വരാനോ ഭംഗമില്ലാത്ത പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. തീത്തോസിന്റെ അധ്യായത്തിൽ പറയുന്നു അത് ബ്ലസ്ഡ് പ്രത്യാശയാണ്. എന്താണ് അവിടെ പറയുന്നത്? ഹല്ലേലൂയ, ഭാഗ്യകരമായ പ്രത്യാശ. സോ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഇബ്രോസിന്റെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? നിങ്ങൾക്ക് തുള്ളിച്ചാടുവാനുള്ള അനുഭവമാണ് ഈ പ്രത്യാശയോ. ഹല്ലേലൂയ. ഈ പ്രത്യാശയോ ഹല്ലേലൂയ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. അപ്പോൾ ജീവനുള്ള പ്രത്യാശ, വിശ്വാസം എന്താണ്? ഇത് ഞാൻ അല്പം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. എന്താണ് വിശ്വാസം? ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എല്ലാവർക്കും അറിയുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ആശിക്കുന്ന ഉറപ്പിൻ്റെ മുകളിലും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിൻ്റെ പേരിലും ഒരു വെളിച്ചം കത്തുന്നുണ്ട്. അതാണ് ജീവനുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ഇതിന്റെ 2ന്റെ മുകളിലും ഒരു കട്ടതല്ല, തീയല്ല അവിടെ ഉള്ളത്, ഒരു വെളിച്ചമാണ് അതിലുള്ളത്. ഹല്ലേലൂയ. ഒരു വെളിച്ചമുണ്ട്. അതാണ് ജീവനുള്ള പ്രത്യാശ. ആ വെളിച്ചത്തെ നീ ഹല്ലേലൂയ കെടാതെ സൂക്ഷിച്ചേക്കണമേ. ആ വെളിച്ചത്തിനെ നീ കെടാതെ സൂക്ഷിക്കണമേ. നിന്റെ വിശ്വാസത്തെ ഉറപ്പോടെ ജീവനുള്ള പ്രത്യാശയായി നീ അതിനെ വിളക്കോടെ കാത്തു സൂക്ഷിക്കണം.